വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു പിസ്സ നമുക്കൊന്ന് പരീക്ഷിച്ചാലോ? സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ജസ്റ്റ് വീഡിയോ കണ്ടാൽ മാത്രം പോരെ, നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. അത്തരം ഒരു റെസിപ്പിയുമായിട്ടാണ് മലബാർ ബ്ലോഗർ എത്തിയിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പരിചയപ്പെടാമല്ലേ. ആദ്യം ഒരു വലിയൊരു സബോള എടുത്ത്, പിന്നെ ചിക്കൻ പൊരിച്ചതാണ് ലേശം എടുത്തിട്ടുള്ളൂ, മുട്ട ഉണ്ടല്ലോ, പിന്നെ ഇത് മല്ലിയിലയാണ്. മല്ലിയിലയും പുതിന ഉണ്ടെങ്കിൽ കുറച്ച് പുതിനയും കൂടി അരിഞ്ഞു വെച്ചതാണ്. ഇത് ക്യാബേജാണ്. ക്യാബേജ് ചെറുതായി കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, നല്ല പഴുത്ത് നോക്കിയിട്ട് ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട്. ബിരിയാണിക്ക് ഇടുന്ന ഇലയാണ് ഇത്, അരിഞ്ഞ് ഇതെടുക്കുക. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും കൂടി കുറച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പയർ ചെറുതാക്കി കുറച്ച് പയറും അരിഞ്ഞിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ട് കുട്ടികൾക്ക് ആണെങ്കിൽ കുറച്ച് എടുത്താൽ മതി. കുറച്ച് പച്ചമുളക് കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അരിപ്പൊടിയും 2 കപ്പ് മൈദയും. ഇതാണ് നമുക്ക് ഫില്ലിങ്ങിന് അല്ലാതെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ 3 മുട്ട, 1 നാരങ്ങ. ഇത്രയാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ആ 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുകയാണ്. കൂടുതൽ വേണമെന്ന് വെച്ചാൽ മുട്ട 2 3 കൂടുതൽ എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ തൽക്കാലം 3 മുട്ട എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം സബോള കുനുകുന അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നേരത്തെ എടുത്ത ക്യാബേജ് ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി ഓപ്ഷണലാണ് കേട്ടോ. തക്കാളി വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. തക്കാളി ഇട്ടു. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിയില കുറച്ച് കൂടുതലെടുത്താൽ നല്ല മല്ലിയിലൻ്റെ ഇതുണ്ടാവും കേട്ടോ. പിന്നെ ചിക്കന് ലേശം മതി കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചമുളക് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് എടുത്തത് ഞാൻ കേട്ടോ. പിന്നെ പയർ കുറച്ച് ചെറുതാക്കി അരിഞ്ഞ പയർ, വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാക്കി വെച്ചത്, പിന്നെ കരിവേപ്പിലയും പിന്നെ ആ ബിരിയാണീൻ്റെ ഇലയും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ച ഈ മസാല ഒരു സ്പൂൺ വെച്ച് കണ്ട് മുട്ടയും മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു സ്പൂൺ അല്ലെങ്കിൽ വിസ്കോ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് മൈദയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ മാവ് ഉണ്ടാക്കാം കേട്ടോ. മാവ് ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുക അതിലോട്ട്, എന്നാലും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുള്ളൂ. ഇനി വെള്ളത്തേക്ക് നമുക്ക് ഉപ്പിടാം. എന്നാൽ ഉപ്പ് ശരിക്ക് മിക്സ് ആയിക്കോളും. എന്നിട്ട് ഈ ഉപ്പൊന്ന് മിക്സായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് ഈ മൈദ പൊടി ചേർക്കാം. 2 കപ്പാണ് മൈദ നമ്മൾ എടുത്തിരുന്നത്. ആ 2 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് അരിപ്പൊടി ഇത് നമ്മൾ ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് പാകത്തിന് വെള്ളം ചേർത്ത് ഇങ്ങനെ ലൂസാക്കി എടുക്കണം കേട്ടോ. അരിമാവിൻ്റെ ഒക്കെ പോലെ നമുക്ക് കുറച്ച് ലൂസിലാണ് അങ്ങനെ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം പാകത്തിന് നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവും ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈങ് പാൻ വെച്ച് അതിൽ നെയ്യോ ഓയിലോ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കിനി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് കുറച്ച് ലൂസായിട്ട് തന്നെ നിന്നോട്ടെ. കുറച്ചൊരു കട്ടിയിൽ തന്നെ നമുക്ക് മാവ് ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് എത്തിച്ചു കൊടുക്കാം. മാവൊന്ന് ചെറുതായി ചൂടായി തന്നെ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്പൂൺ വെച്ചങ്ങാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് ഈ ഫില്ലിങ് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് മുഴുവൻ ഇതിൻ്റെ മുകളിലൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടുന്ന് കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. കാണാൻ തന്നെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. മുകൾ ഭാഗമൊക്കെ നമ്മൾ തീ വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസോ ഇല്ലെങ്കിൽ പിസ്സ സോസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അത് വേണമെങ്കിൽ അതും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ചെറിയ പുളിപ്പിന് വേണ്ടിയിട്ട് നാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് പിഴിയാം. അതുപോലെ തന്നെ ഇത് എടുക്കുന്നതിൻ്റെ മുന്നേ ഒരു കയ്യിൽ വെച്ചങ്ങാണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടർത്തി മാറ്റിയെടുക്കണം.
റെസിപ്പിൻ്റെ പണി മുഴുവൻ പൂർത്തീകരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് പീസ് ആക്കിയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ പിസ്സ കട്ടർ വെച്ചിട്ടോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. വ്യത്യസ്ത രീതിയിലും വളരെ സിമ്പിളുമായിട്ട് ഹോം മെയ്ഡ് പിസ്സ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു കേട്ടോ. എല്ലാവർക്കും സുഖമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മറ്റ് വിഭവങ്ങളെ പോലെയല്ല, നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം രേഖപ്പെടുത്തണം. ഈ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. താങ്ക് യു.